കാര്യം പറയുവാനാണ്. നിങ്ങൾ അറിഞ്ഞു കാണും, RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ചിരിക്കുകയാണ്. 1,30,000 അത്രയും വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. അതായത് ലെവൽ 1 പോസ്റ്റുകൾ 1,00,000 വേക്കൻസീസും, അതുപോലെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിലും, അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫ്, നോൺ ടെക്നിക്കൽ, പോപ്പുലർ കാറ്റഗറീസ്, അതെല്ലാം കൂടി ചേർത്ത് 30,000 വേക്കൻസീസും. അങ്ങനെ ഏറ്റവും വലിയൊരു റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. 1,30,000 വേക്കൻസീസ് ആണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത് ഗവൺമെന്റ്. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം rrbcdg.gov.in എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് കാണാവുന്നതാണ്. ഇപ്പോൾ ഇത് മൊബൈൽ വ്യൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൊബൈലിൽ ഇങ്ങനെയാണ് വ്യൂ ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഡേറ്റ് 28 വന്ന നോട്ടിഫിക്കേഷനാണിത്. CEN നോട്ടിഫിക്കേഷനാണ്. ക്ലിക്ക് ഹിയർ ഫോർ ആപ്ലിക്കേഷൻ ലിങ്ക് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് NTPC എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് NTPCയുടെ. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 1 തീയതി മുതൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് ഡീറ്റെയിൽഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഇൻ ദ RRB വെബ്സൈറ്റ് 28 തീയതിയാണ് ഈ റിക്രൂട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത്, ഡേറ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടത്. അവസാന നിമിഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് ഹാങ് ആവും. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്താണെന്ന് നോക്കുക. 1 തീയതി മുതൽ, മാർച്ച് 1 തീയതി മുതൽ തുടങ്ങും. മാർച്ച് 1 തീയതി 4 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്താണ്? 31 തീയതി വരെയാണ്. 31 തീയതി രാത്രി 12 മണി വരെയാണ് ആപ്ലിക്കേഷൻസ് അയക്കാൻ പറ്റുകയുള്ളൂ. 12 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ക്ലോസിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ. ആപ്ലിക്കേഷൻ ഫീ അയക്കാനുള്ള ഡേറ്റ് മാത്രം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നോക്കൂ, ഏപ്രിൽ 5 തീയതി വരെയുണ്ട്. ഇപ്പോൾ ഓൺലൈൻ, അതായത് നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ UPI വെച്ചിട്ടാണെങ്കിൽ 5 തീയതി, ഏപ്രിൽ 5 തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. SBI ചെല്ലാൻ വഴിയാണെങ്കിലും 5 തീയതി വരെയാണ്. അത് എത്ര മണി വരെയാണ്? അത് 3 മണി വരെയാണ് അത് അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് ഓർക്കുക. ഓൺലൈൻ ആണെങ്കിൽ രാത്രി വരെ അവൈലബിൾ ആണ്. പോസ്റ്റ് ഓഫീസ് ചെല്ലാനാണെങ്കിലും 3 മണി വരെയാണ് അവൈലബിൾ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 12 ആണ്. അതായത് ഈ ഒരു ഫീസും കൂടി അടച്ചു കഴിഞ്ഞിട്ട് ഫൈനലി സബ്മിറ്റ് ചെയ്യേണ്ടത് ഏപ്രിൽ 12 ആണ്. അപ്പോൾ ഇത്രയും ദിവസം ഉണ്ട്. അതുകൊണ്ട് അവസാനത്തേക്ക് വേണ്ടി വെക്കേണ്ട. ഈ ഒരു മാർച്ചിൽ തന്നെ, മാർച്ച് 31 മുമ്പ് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക പ്രോസസ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത്, അതിൻ്റെ ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ടെൻറ്റേറ്റീവ്ലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ ഇത് ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ അങ്ങനെ പല സമയങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. ജൂൺ ടു സെപ്റ്റംബർ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അത്ര കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ അതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇത് വളരെ നല്ലൊരു ചാൻസ് ആണെന്ന് ഓർക്കുക. ഇത്രയും വേക്കൻസി ഇനി വേറെ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വേറെ ഒരു പബ്ലിക് സെക്ടറോ വിളിക്കുന്നില്ല. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡേറ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെ വേക്കൻസീസ് ആണുള്ളതെന്ന് നോക്കൂ. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ടൈം കീപ്പർ, ട്രെയിൻസ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ഇതൊക്കെ ലെവൽ ഇൻ 7th PC ആണ്. ഇനീഷ്യൽ പേ കൊടുത്തിരുന്ന കണ്ടോ. അപ്പോൾ അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, ഇതിൽ വരുന്നത് 12th ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ ഏജ് എത്രയാണ്? 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. OBCക്കും SC/STക്കും ഒക്കെ റിസർവേഷൻ ഉണ്ട് ആ റൂൾസ് പ്രകാരം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 ആണ്. അപ്പോൾ അവർക്ക് ഈ ഒരു പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, +2 ഉള്ളവർക്ക്. അടുത്തത് ഗ്രാജുവേറ്റ് പോസ്റ്റാണ്. വിത്ത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രിയാണ്. ഓക്കെ, ഡിഗ്രി അല്ലെങ്കിൽ ഇക്വലന്റ് വേണം. 18 മുതൽ 13 വയസ്സ് വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വയസ്സെന്ന് പറയുന്നത് 2019 ജൂലൈ 1 വരെയാണ് അത് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ വരുന്നത് ട്രാഫിക് അസിസ്റ്റന്റ്,
ഇവിടെ കാണാവുന്നതാണ്. ട്രാഫിക് അസിസ്റ്റന്റ്, ഗുഡ്സ് ഗാർഡ്, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ടൈം കീപ്പർ, കൊമേഴ്ഷ്യൽ അപ്രന്റീസ്, സ്റ്റേഷൻ മാസ്റ്റർ എന്നീ പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സാലറി ഡിഫറൻസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ബേസിക് പേ ആണ്, ഇനീഷ്യൽ പേ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ വേക്കൻസി ഒരുപാടുണ്ട്. 6,865 വേക്കൻസീസ് ഉണ്ട്, കാണാവുന്നതാണ്. പിന്നെ റിസർവേഷൻസ് SC/ST, OBC നോൺ ക്രിമിലിയറിനും AWS, PWBD, എക്സ് സർവീസ്മെൻ അതിനൊക്കെ റിലാക്സേഷൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ വേക്കൻസീസ് വരുന്നത്. അപ്പോൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, അതുപോലെ അതായത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, പിന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇക്വലന്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ. പിന്നെ ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. The candidates waiting for the final result of the education qualification should not apply എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് എല്ലാം നന്നായി വായിച്ചു നോക്കിയിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ. ഒരു ഓൺ മൊബൈൽ നമ്പറും ഒരു പേഴ്സണൽ ID, ആക്റ്റീവായിട്ടുള്ള പേഴ്സണൽ ഇമെയിൽ IDയും ഉണ്ടായിരിക്കണം. കാരണം എല്ലാ കമ്മ്യൂണിക്കേഷനും ഇമെയിൽ വഴിയും SMS വഴിയായിരിക്കും. അതുകൊണ്ട് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പറും മെയിൽ IDയും വേണം. പിന്നെ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി നോക്കേണ്ടതാണ്. ഇനി എക്സാമിനേഷൻ പ്രോസസ്സിൻ്റെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് അറിയാവുന്നതാണ്. അത് എല്ലാ എക്സാമിലും പറയുന്ന പോലെ തന്നെ അതൊക്കെ പാലിക്കേണ്ടതാണ്. ഇനി ഈ എക്സാമിൻ്റെ പലതിനും പല ദിവസങ്ങളിലാണ് എക്സാം നടക്കുന്നത്, ഓൺലൈനാണ്. അതുകൊണ്ട് തന്നെ മാർക്സ് നോർമലൈസ് ചെയ്യും, നോർമലൈസ് ചെയ്തിട്ടാണ് മാർക്ക് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. നോർമലൈസേഷൻ നടത്തുന്നതാണ് ഡിപ്പെൻഡിങ് ഓൺ ദ ടഫ്നെസ് ഓഫ് ദ എക്സാം. ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1/3 മാർക്സ് എന്ത് ചെയ്യും, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇനി ഒരു കാര്യം പറയേണ്ടത്, ക്ലോസിംഗ് ഡേറ്റ് 31/3/2019 ആണ്. ആ ഡേറ്റിന് മുമ്പ് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാൻഡിഡേറ്റ്സിന് അവരുടെ നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് അതെല്ലാം SSLC സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ വേണം. അത് പിന്നീട് അല്ലെങ്കിൽ അത് വെരിഫിക്കേഷൻ ടൈമിൽ പ്രോബ്ലം ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിഫറൻസ് ഫോർ പോസ്റ്റ്, റെയിൽവേസിൽ അല്ലെങ്കിൽ യൂണിറ്റ്സിൽ പ്രിഫറൻസ് ഫോർ പോസ്റ്റുകൾ കറക്റ്റായിട്ട് കൊടുക്കുക. ദെൻ പിന്നെ ഈ ഒരു സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ട്രെയിനിങ് പോവും, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് വായിച്ചു നോക്കിയാലും മതി. പക്ഷേ ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇതാണ് ഞാൻ പറഞ്ഞത്, അത് നോക്കണം. ഇപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഡിസ്റ്റൻറ്റ് വിഷൻ 6/9 വേണം, 6/9 വിത്തൗട്ട് ഗ്ലാസസ് വേണം, നിയർ വിഷൻ ആണെങ്കിൽ ഇത്ര വേണം, അങ്ങനെയൊക്കെ ഓരോ കാര്യത്തിനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കൂടി നോക്കുക, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ. ഓക്കെ. പിന്നെ ബാക്കി ഏജ് ലിമിറ്റ് നമുക്കറിയാം, 30യും മറ്റേ ഗ്രാജുവേറ്റ് ലെവലിനാണെങ്കിൽ 33 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. പക്ഷേ നമ്മുടെ SC/ST അതുപോലെ OBC-കാർക്ക് റിലാക്സേഷൻ ഉണ്ട്. OBC-കാർക്ക് 3 years ആണ് റിലാക്സേഷൻ, SC/STക്ക് 5 വർഷമാണ് റിലാക്സേഷൻ. എക്സ് സർവീസ്മെൻ-ആണെങ്കിൽ അവിടെ 3 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതായത് 30 years പ്ലസ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് റെൻഡേർഡ് ഇൻ ഡിഫൻസ് പ്ലസ് 3 years കൂടി വരും. അതുപോലെ അവർ തന്നെ ജനറൽകാർക്കാണ് അത്. OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ള എക്സ് സർവീസ്മാൻകാർക്ക് 33 വയസ്സ് പ്ലസ് എത്ര സർവീസ് ഡിഫൻസിലുണ്ടായിരുന്നു പ്ലസ് 3 വയസ്സ് അങ്ങനെയും കൂടി വരും. അങ്ങനെ ഓരോ വയസ്സിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ PWBD UR എന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 10 years ഉണ്ട്. OBC നോൺ ക്രിമിനലിൽ PWBD ആണെങ്കിൽ 13 years ആണ് റിലാക്സേഷൻ വരുന്നത്. 15 years ഉണ്ട്. അപ്പോൾ വയസ്സ് കഴിഞ്ഞു പോയി അങ്ങനെ വിചാരിക്കരുത്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാം. പിന്നെ വിമൻ കാൻഡിഡേറ്റ്സ് ഹു ആർ വിഡോഡ്, ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ് ആൻഡ് നോട്ട് മാരീഡ് അങ്ങനെയൊക്കെയാണെങ്കിൽ അവർക്ക് 35 years ഓഫ് ഏജ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. OBC-കാർക്കാണെങ്കിൽ 38 years വരെ അപ്ലൈ ചെയ്യാം. SC/ST-ക്കാണെങ്കിൽ 40 years വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2 കേസിലും, അതായത് +2 ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യുന്നതിനും ഗ്രാജുവേറ്റ് ലെവലിൽ അപ്ലൈ ചെയ്യുന്നതിനും ഒക്കെ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏജ് റിലാക്സേഷൻ.
എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത്. എക്സാമിനേഷൻ ഫീ കാണാവുന്നതാണ്. 500 rupees ഫീസ് എന്ന് പറയുന്നത്. ഈ 500 rupees ഫീസ് എന്ന് പറയുന്നത് എത്രയാണ്? 400 rupees നമുക്ക് തിരിച്ചു തരും. ഫസ്റ്റ് സ്റ്റേജ് CBT അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് തിരിച്ചിട്ട് തരുന്നതാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയവർക്കൊക്കെ തിരിച്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി PWBD അല്ലെങ്കിൽ ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ അവർക്കൊക്കെ ആൻഡ് ബിലോങ്ങിങ് ടു SC/ST മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനും എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിനും ഒക്കെ 250 rupees വരിക. ഈ 250 rupees ഡിഡക്ട് ചെയ്യുന്നത് പിന്നീട് അത് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ ഫീസ് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അത് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഓരോ കാറ്റഗറിയിലുള്ളവർക്ക് അറിയണമെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ എല്ലാവരോടും പറയാനുള്ളത് ഇത് വളരെ നല്ലൊരു അവസരമാണ്. ഡിഗ്രിക്കാർക്കും ഡിഗ്രി മുകളിലുള്ളവർക്കാണെങ്കിലും അതുപോലെ ഡിഗ്രി താഴെ +2 ക്വാളിഫിക്കേഷൻ മുതലുള്ളവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണിത്. ഇതിൻ്റെ ടെസ്റ്റ് നോക്കുക. ഇത് എക്സാം ഡ്യൂറേഷൻ 90 minutes ആണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. 1.5 മണിക്കൂറായിരിക്കും. അതിൽ ജനറൽ അവയർനെസ് GK 40 ക്വസ്റ്റ്യൻസും മാത്തമാറ്റിക്സ് 30 ക്വസ്റ്റ്യൻസും റീസണിങ് 30 ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് ആണ് ആകെ ഉണ്ടാവുക. അതിന് 90 minutes ആണ് ഉണ്ടാവുക. PWBD കാൻഡിഡേറ്റ്സിനൊക്കെ എത്രയുണ്ടായിരിക്കും? 120 minutes ഉണ്ടായിരിക്കും. 30 marks അവർക്ക് എക്സ്ട്രാ കൊടുക്കുന്നതാണ്. ഓക്കെ. ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് കിട്ടുന്ന അവർക്ക് റിസർവേഷൻ ബെനിഫിറ്റ്സ് അത് ആ ഒരു റിസർവേഷൻ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള അവർക്ക് പ്രൂഫ് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ അവയർനെസ് ഇതിൻ്റെയൊക്കെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. CBTയുടെ ബേസിലുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മൈ നോട്ട് ബുക്കിൽ. ഇനി സെക്കൻഡ് സ്റ്റേജ് വരികയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് പാറ്റേൺ. ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് സെയിം പോലെ തന്നെയാണ്. അവിടെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ വ്യത്യാസം വരുന്നത് 120 ആണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. 90 minutes തന്നെയാണ് സമയമുള്ളൂ. ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻസ്, മാത്സും റീസണിങ്ങും 35 വീതമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അത് ട്രാഫിക് അസിസ്റ്റന്റ് അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ആ 2 കാറ്റഗറി കൊടുത്തവർക്ക് മാത്രമാണ് CBAT ടെസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അതായത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, അങ്ങനെ ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് അതൊക്കെ ചെയ്തവർക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അതും ശ്രദ്ധിക്കണം. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. സെക്കൻഡ് സ്റ്റേജും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അത് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഏതൊക്കെ ടെസ്റ്റുകൾ ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് ഉള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു നോട്ടിഫിക്കേഷനാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അവനവന് ആവശ്യം വരുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരോടും അപ്ലൈ ചെയ്യാൻ പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ, വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഈ ഒരു CBTയുടെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.